ഓക്കെ ഗായ്സ്, ഓക്കെ ഇവിടെ അപ്പോൾ നമ്മുടെ മിസ്റ്റർ ബീസ്റ്റ് അണ്ണനല്ലേ. മിസ്റ്റർ ബീസ്റ്റ് അണ്ണനെ ഞങ്ങളൊക്കെ ഏതാണ് ഒരു ചാലഞ്ചായിട്ട് വന്നേക്കണം കേട്ടോ. എന്താണ് ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ചാലഞ്ച് കണക്കാണ് കേട്ടോ. എന്താണ് സംഭവം എന്ന് എന്തായാലും പറഞ്ഞുതരാം. ഓക്കെ എടാ ഫ്രാങ്ക്ലിനെ, ഞാൻ എന്തായാലും ചാലഞ്ച് എന്താണെന്ന് പറഞ്ഞുതരാം. നീ ഷിൻജാനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇതിൽ രണ്ടുപേർക്ക് പിന്നെ കളിക്കാൻ പറ്റത്തുള്ളൂ, വേറെ ആർക്കൊന്നും കളിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടി അവിടെ ഇപ്പോൾ 2 ബൈക്ക് വെച്ചിട്ടുണ്ട്. എന്താണ് കളിയെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ സിറ്റിയിലില്ലേ, ഓക്കെ നമ്മുടെ ഈ ഒരു സിറ്റിയിലും കളക്കെ ഞാൻ ഏതോ ഒരു സ്ഥലത്ത് കളക്കെ ഒരു ഗോൾഡൻ ഒരു ലംബോർഗിനിയുടെ ഒരു സിയാന് കളക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളിൽ ആരാണ് ആദ്യം സിറ്റി ഫുള്ള് വട്ടച്ചുറ്റി ഫുള്ള് കറങ്ങി തിരിഞ്ഞ് ആദ്യമായിട്ട് ആരാണ് ആ ഒരു ലംബോർഗിനി സിയാൻ കണ്ടുപിടിക്കണമെങ്കിൽ അവർക്ക് ആ ലംബോർഗിനി സിയാൻ കിട്ടും. ഗോൾഡൻ ലംബോർഗിനി സിയാനാ? അല്ല, ഈ വണ്ടിയൊക്കെ വാങ്ങിക്കാനുള്ള പൈസ അവിടെ നിന്ന് കിട്ടണം അണ്ണന്. അതൊക്കെ ഉണ്ടോ ഫ്രാങ്ക്ലിനെ, എനിക്ക് എൻ്റെ യൂട്യൂബിൽ നിന്നൊക്കെയാണ് കിട്ടുക. ശരി വണ്ടി ഏതെന്നൊക്കെ എവിടെ നിന്നൊക്കെ ആണെങ്കിലും കണ്ടുപിടിച്ചോളാം. ജയിച്ചു കഴിഞ്ഞാൽ കാർ തരുമല്ലോ. ആടെ ഫ്രാങ്ക്ലിനെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്റ്റണ്ട് റേസിൻ്റെ ചാലഞ്ച് വെച്ചപ്പോൾ ജയിച്ചപ്പോൾ നിനക്ക് ഈ ഗോൾഡൻ മസ്താങ്ക് ഒന്നില്ലേ? അണ്ണാ അത് കറക്റ്റ് തന്നെ. ശരി അപ്പം നീ ഇപ്പോൾ പോയി ആ ഒരു റേസിൽ കളി. ഈ റേസിൽ പിന്നെ ഷിൻജാനും നീയുമാണ് കേട്ടോ കളിക്കുന്നത് വെച്ചാൽ. ഓക്കെ പിൻചാനും നമുക്ക് അടുത്ത റേസിലല്ലോ കൂട്ടാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, മിസ്റ്റർ ബീസ്റ്റ് അണ്ണാ, അപ്പം നമുക്കൊരു കാണിച്ചാൽ നമുക്കപ്പോൾ നേരെ ഈ റേസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ആടാ ഷിൻജാന്, അപ്പം ഞങ്ങൾ എന്തായാലും ബൈക്കുകളൊക്കെ എടുക്കട്ടെ. ആടാ ഫ്രാങ്ക്ലിന്. ഓക്കെ ഇവിടെ അപ്പോൾ എന്തായാലും കേസ് നമ്മുടെ ചാലഞ്ചുകളൊക്കെ ഫയൽ അങ്ങനെ സ്റ്റാർട്ട് ആയിക്കാണ് കേട്ടോ. നമുക്ക് എങ്ങനെയെങ്കിലും കേസ് നമ്മുടെ ഏതാണ് ആ ഒരു ലംബോർഗിനി സിയാനും കണക്കുന്ന കേസ് കണ്ടുപിടിക്കണം കേസ്. ഓക്കെ നമ്മുടെ ഷിൻജാനും കൂടെ എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ എന്തായാലും നമുക്ക് എവിടെയെങ്കിലൊക്കെ എന്തായാലും ആ വണ്ടി കാണുകയും കേസ്. ഓക്കെ നമുക്ക് എന്തായാലും എല്ലായിടത്തും എന്തായാലും സെർച്ച് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം കേസ്. ഓക്കെ ഇവിടെ ഒന്നും വെക്കാൻ ചാൻസ് ഇല്ല കേസ്, എന്നാലും ഞാൻ ജസ്റ്റ് എന്തായാലും ഒന്ന് നോക്കുകയാണ് കേട്ടോ. കാരണം ഇതൊക്കെ വലിയ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ നമ്മുടെ മിസ്റ്റർ ബീസ്റ്റ് അണ്ണൻ പറഞ്ഞതെന്ന് വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വലിയൊരു സീക്രട്ട് ആയിട്ടുള്ള ഏരിയയിലാണ് ആ ലംബോർഗിനിയുടെ സിയാനുകളൊക്കെ കൊണ്ടുവച്ചിരിക്കണേന്നാണ് കേസ് പറഞ്ഞതെന്ന് വെച്ചാൽ. ഓക്കെ എന്തായാലും നമ്മുടെ ഷിൻജാൻ ആ വണ്ടി കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് കണ്ടുപിടിച്ച് വണ്ടി തിരിച്ചുകൊണ്ടേ കൊടുക്കണം കേസ്. എന്നാൽ നമുക്ക് ആ വണ്ടി ഗിഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ എന്നാൽ പിന്നെ എനിക്ക് 2 ഗോൾഡൻ വണ്ടിയാകും കേസ്. ഓക്കെ ഷിൻജാനും പിന്നെ പ്രത്യേകിച്ച് വേറെ വണ്ടിയൊന്നുമില്ല കേട്ടോ. നമ്മൾ ജയിച്ചാലില്ലെങ്കിൽ ഈ ഓടിക്കണ ബൈക്ക് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ തോറ്റാലും എനിക്ക് എന്തായാലും ഈ ZX 10R കിട്ടും കേസ്. ഓക്കെ നമുക്കപ്പോൾ എങ്ങനെയെങ്കിലും കേസ് എന്തായാലും ഈ റേസിന് മാക്സിമം ജയിക്കാൻ നോക്കണം. ഓക്കെ റേസെല്ലാം ഒരു ചാലഞ്ചാണ്. ഓക്കെ എന്തായാലും നമുക്കെന്തായാലും ഫുള്ളായിട്ട് അതിൽ ഇവിടെയൊക്കെ അരിച്ചുറക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല കേസ്. ഓക്കെ എന്തായാലും നമുക്ക് വേണ്ടപ്പെട്ട ഏതൊരു സ്ഥലമെന്നാണ് കേസ് നമ്മുടെ മിസ്റ്റർ ബീസ്റ്റ് അണ്ണൻ പറഞ്ഞതെന്ന് വെച്ചാൽ. ഓക്കെ നമുക്കപ്പോൾ എന്തായാലും മെയിനായിട്ടുള്ള ബിൽഡിങ്ങുകളെല്ലാം ഫുള്ളായിട്ട് അരിച്ചുറങ്ങും കേസ്. ഓക്കെ നമുക്കപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്കില്ല ഇനി നേരെ എന്തായാലും നമ്മുടെ വില്ലേജിലോട്ട് പോകാൻ കേസ്. ഓക്കെ വില്ലേജിൽ മിക്കവാറും ഉണ്ടായിരിക്കും. വില്ലേജ് അത്യാവശ്യം നല്ല ഹൈഡായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ഇടയിലെ കുറേ വീടുകളും ചെറിയ ഗ്യാപ്പുകളൊക്കെ നിറയെ ഉണ്ട് കേസ്. ഓക്കെ അവിടെ വെക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് എന്തായാലും നേരെ എന്തായാലും അങ്ങോട്ട് എന്തായാലും പോകാം കേസ്. എന്നിട്ട് ആ ഏരിയ ഫുള്ളായിട്ട് സെർച്ച് ചെയ്യാം കേസ്. ഓക്കെ കേസ് അപ്പം ഞാനാണ് കേസ് ഷിൻജാനാണ്. ഓക്കെ ഇപ്പം ഞാൻ ഇവിടെ ഇപ്പം കുറേ നേരമായിട്ട് എന്നാലും ഇവിടെ ഫുള്ളായിട്ട് കറങ്ങിയടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒന്നും തന്നെ എന്തായാലും കേസ് ആ വണ്ടി ഇല്ല കേസ്. ഓക്കെ ഞാൻ ഇവിടെ ഇപ്പോൾ വില്ലേജ് ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി കേട്ടോ. ഞാൻ പിന്നെ ഇടയ്ക്ക് വെച്ച് ഫ്രാങ്ക്ലിൻ ചേട്ടനെ ഇവിടെ കണ്ടു കേസ്. ഓക്കെ എന്തായാലും ഫ്രാങ്ക്ലിൻ ചേട്ടൻ ആ വണ്ടി കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ ആ ഒരു ലംബോർഗിനി സിയാൻ കണ്ടുപിടിക്കണം കേസ്. ഓക്കെ എൻ്റെ കയ്യിലാണ് പിന്നെ വേറെ വണ്ടിയൊന്നുമില്ല. ഓക്കെ ഞാനിപ്പോൾ ജയിച്ചില്ലെങ്കിൽ എനിക്ക് ഡ്യൂക്ക് കിട്ടും. ഓക്കെ എന്നാലും എനിക്ക് ആ ഗോൾഡൻ സിയാൻ വേണം കേസ്. ഓക്കെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഒരു ഗോൾഡൻ മസ്താങ്കെങ്കിലും ഉണ്ട്. ഓക്കെ നമുക്കപ്പോൾ ഇല്ല നേരെ നമ്മുടെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ ഫ്രണ്ടായ ലാമറില്ലേ. ഓക്കെ ലാമറിൻ്റെ വീട് വരെ ഒന്ന് ചുമ്മാ നോക്കി നോക്കാം കേസ്. ഓക്കെ മെയിനായിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഓക്കെ ഇത് നമ്മുടെ വീട് തന്നെയാണ് കേസ്. ഓക്കെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ ലാമർ ചേട്ടന് ജസ്റ്റ് ഒന്ന് വിറ്റതേ ഉള്ളൂ ഈ വീട്. ഓക്കെ എന്തായാലും ഈ ഏരിയ ഫുള്ളായിട്ട് നമുക്ക് എന്തായാലും ഒന്ന് സെർച്ച് ചെയ്യുന്നതായാലും നോക്കാം കേസ്. ഓക്കെ നമുക്ക് എന്തായാലും വണ്ടി എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാം കേസ്. ഓക്കെ എന്നിട്ട് നമുക്ക് എന്തായാലും അകത്ത് കയറി എന്തായാലും പോകാം കേസ്. ഓക്കെ എന്തായാലും എനിക്ക് എങ്ങനെയെങ്കിലും ഫ്രാങ്ക്ലിൻ ചേട്ടന് മുമ്പേ തന്നെ എന്തായാലും കേസ് എന്തായാലും ഈ ഒരു ഏതാണ് വീടിനകത്ത് ഫുൾ എന്തായാലും സെർച്ച് ചെയ്ത് എന്തായാലും വണ്ടി കണ്ടുപിടിക്കാൻ പറ്റുന്ന മാക്സിമം നോക്കിയൊക്കെ. ഓക്കെ അതേപോലെ തന്നെ ഈ വീഡിയോ ഇതിലിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാത്തതുകൊണ്ട് ഷെയർ ചെയ്യുക. ഓക്കെ അതേപോലെ തന്നെ ഫ്രണ്ട്സ് അടുത്തും കൂട്ടുകാരത്തൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ നമുക്കപ്പോൾ മാക്സിമം നോക്കി നോക്കാം. ഓക്കെ നമുക്കെന്തായാലും ആ ഒരു ഗോൾഡൻ സിയാൻ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. ഓക്കെ നമുക്കെന്തായാലും നോക്കി നോക്കാം കേട്ടോ. ഓക്കെ നമുക്കെന്തായാലും ഈ ഏരിയയൊക്കെ ഫുള്ളായിട്ട് സെർച്ച് ചെയ്ത് നോക്കാം കേസ്. ഓക്കെ എന്തായാലും ഇവിടെ ഒന്നും കാണാൻ ചാൻസ് ഇല്ല. ഓക്കെ ഇത് പിന്നെ ബാത്റൂമാണ്, ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ നമുക്കിനി ഇവിടെ ചെറിയൊരു ഏതാണ് സിറ്റ് ഔട്ട് പോലത്തെ എന്തോ സംഭവം ഉണ്ട്. ഓക്കെ ഓക്കെ നമുക്കെന്തായാലും ഇവിടെ നോക്കാം. ഓക്കെ സിറ്റ് ഔട്ടിലൊന്നുമല്ലോ. ഓക്കെ എന്തായാലും നമുക്കെന്തായാലും ഫുള്ളായിട്ട് എന്തായാലും ഇവിടെയൊക്കെ സെർച്ച് ചെയ്താലും നോക്കട്ടെ. എന്നാലും ഇവിടെ നിന്ന് ആര് ഇത് കാണാൻ ചാൻസ് ഇല്ല കേട്ടോ. സിറ്റ് ഔട്ടല്ല, സോറി ബാൽക്കണി ആയിരുന്നു. ഓക്കെ സിറ്റ് ഔട്ടല്ല. ഓക്കെ നമുക്കെന്തായാലും നേരെ എന്തായാലും വീടിൻ്റെ താഴെ പോകാം കേസ്. നമ്മളിവിടെയൊക്കെ ഫുള്ള് സെർച്ച് ചെയ്തു. ഈ വീടിന് പിന്നെ ഒരു ഗ്യാരേജ് കൂടെ എന്തായാലും ഉണ്ട് വെളിയിൽ. ഓക്കെ അതേതൊരു കാർ ഷെഡ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ ഇതിൻ്റെ ബാക്കിൽ അതും അങ്ങനെ സംഭവം ഉണ്ട്. ഓക്കെ നമുക്ക് അവിടെയും കൂടെ സെർച്ച് ചെയ്ത് നോക്കാം കേസ്. ഓക്കെ
എങ്ങനെയെങ്കിലും എനിക്ക് ആ ലംബോർഗിനി സിയാൻ കിട്ടിയേ പറ്റുമോ ഗൈസ്. ഓക്കെ, അതും ഗോൾഡൻ ആണ്. ഓക്കെ, നമുക്ക് ആ വണ്ടി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വയം ജീവിക്കാനുള്ള പൈസ കിട്ടും ഗൈസ്. ഓക്കെ, എൻ്റെ ദൈവം ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഈ വണ്ടി എവിടെ കൊണ്ടാണ് ഒളിപ്പിച്ചേക്കണമെന്ന് ഒരു ഐഡിയ തന്നെ ഇല്ല ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഇല്ല, നൈസായിട്ട് എന്തായാലും ഇവിടെയൊക്കെ ഫുള്ളായിട്ട് എന്തായാലും സെർച്ച് ചെയ്ത് നോക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. നമുക്കപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ ലാമർ ചട്ടയല്ലോ. ഓക്കെ, പുള്ളിയുടെ വണ്ടിയൊന്നും തന്നെ ഇവിടെ ഇല്ല. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും അടുത്ത ഏരിയയിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും നേരെ എന്തായാലും ഈ ഒരു വണ്ടിയും കൊണ്ട് എന്തായാലും കത്തിച്ചെന്തായാലും വിടാൻ ഗൈസ്. ഒക്കെ, എന്തായാലും നമുക്ക് എന്തായാലും പെടച്ചെന്തായാലും വിടാൻ ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും അടുത്ത നമുക്ക് ഈ ഫ്യൂവലിൻ്റെ ഈ ഏരിയയിലൊക്കെ നമ്മുടെ പെട്രോൾ പമ്പിൽ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സെർച്ച് ചെയ്തെന്തായാലും നോക്കാം. ഓക്കെ, ഇവിടെ അപ്പം ഞാൻ എന്തായാലും നമ്മളെ ഏതാണ് വില്ലേജുകളൊക്കെ ഫുള്ളായിട്ട് അരിച്ചുറക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ എന്തായാലും നേരെ നമ്മുടെ ലാമറിൻ്റെ വീട്ടിൽ എന്തായാലും പോയി കേട്ടോ. അവിടെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, വേണ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുമ്പോൾ അതും വേണ്ടപ്പെട്ട സ്ഥലം തന്നെയാണ് കേസ്. ഓക്കെ, ലാമറിന് നമ്മൾ കൊടുത്തേക്കണ വീട് നമ്മുടെ വീടാണ് കേസ്. ഓക്കെ, നമ്മൾ അവൻ്റെ പൈസ എടുത്ത് വാങ്ങിച്ചതേ ഉള്ളൂ. എൻ്റെ പൊന്നടാവേ ഇപ്പം ഇടിച്ചു വീണേനെ. ഓക്കെ, നമുക്കിനി ഈ ഏരിയയൊക്കെ നോക്കാം. ഈ ജുറാസിക് പാർക്കിനകത്ത് ഉണ്ടാവുമെന്ന് നോക്കി അതെനിക്കറിയണം. ഓക്കെ, നമുക്ക് അവസാനം വല്ല നോക്കാം കേസ്. നമുക്ക് എന്തായാലും ഇപ്പം എന്തായാലും കത്തിച്ചെന്തായാലും വിടാൻ കേസ്. ഓക്കെ, നമ്മുടെ ഷിൻജാനാണെങ്കിൽ നമ്മളെക്കാട്ടും മുമ്പേ തന്നെ ലാമറിൻ്റെ വീട് സെർച്ച് ചെയ്ത് എന്തായാലും ഇറങ്ങി കേസ്. ഓക്കെ, അവയപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ആ ഏരിയ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവിടെയൊന്നും വെക്കാൻ ചാൻസ് ഇല്ല കേസ്. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും ഈ ഏരിയ ഫുള്ളായിട്ട് നോക്കിയാൽ കേട്ടോ. ഇവിടെ നമ്മുടെ എൻ്റെ പൊന്നടാ ഇപ്പം നമ്മൾ ഇടിച്ച് വീണാനെ കേസ്. ഓക്കെ കേസ് എന്തായാലും ഇവിടെ കണ്ടോ നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിനെക്കാട്ടൊക്കെ മുമ്പായിട്ട് ഒരു ഷോറൂം ഉണ്ട് കേസൊക്കെ. ഇവിടെ ഒരു കാർ ഷോറൂമാണ്. ഓക്കെ, ഇതിൻ്റെ അത് നോക്കിയൊക്കെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ഷോറൂമാണ്. ഓക്കെ, ഇന്ന് പിന്നെ ഹർത്താലുകളൊക്കെയാണ്, അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇവിടെ വണ്ടികളോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ കേട്ടോ. ഓക്കെ, നമുക്ക് അതുകൊണ്ട് എന്തായാലും ഫുള്ളായിട്ട് സെർച്ച് ചെയ്താലും നോക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ കൂട്ടുകാരൻ്റെ ഷോറൂമാണ്, ഇത് പിന്നെ അടച്ചിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നോക്കാം കേട്ടോ. നമ്മുടെ ഫ്രണ്ടിനെ ഇവിടെ നിന്ന് കാണാമല്ലോ കേട്ടോ. അവൻ എങ്ങോട്ട് പോയാൽ നോക്കി അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്ക് എങ്ങനെയെങ്കിലും ആ വണ്ടി കണ്ടുപിടിക്കണം കേസ്. ഓക്കെ, ഷിൻജാനിപ്പോൾ കണ്ടുപിടിച്ചോ എന്തോ എനിക്കറിയാൻ പാടില്ല. ഓക്കെ, അവൻ്റെ ദേഹത്ത് എന്തെങ്കിലും ട്രാക്കറോ എല്ലാം പിടിപ്പിക്കേണ്ടായിരുന്നു കേസ്. ഓക്കെ, എന്നാൽ അവൻ പോണ സ്ഥലങ്ങൾ നമുക്ക് പിന്നെ പോകണ്ടായിരുന്നു കേസ്. ഓക്കെ, അവൻ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് കേസ്. ഓക്കെ, അവിടെ എന്തായാലും ആ വണ്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സയറിനടി കേസ്. നമ്മൾ അങ്ങനെ എന്തെങ്കിലും വല്ല ട്രാക്കർ പോലെ അവൻ്റെ വണ്ടിയിലെല്ലാം സെറ്റ് ചെയ്യേണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ അങ്ങനെ ചെയ്ത ചീറ്റിംഗ് ആണ്. ഓക്കെ, നമ്മൾ പിന്നെ ചീറ്റിങ് കാണിക്കാനൊന്നും തന്നെ ഇല്ല. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെയൊക്കെ ഫുള്ളായിട്ട് നോക്കിയാൽ കേസ്. ഓക്കെ, നമുക്ക് തന്നെ സ്വയം കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാമല്ലോ, അതിപ്പോൾ എന്ത് ചെയ്യാനാണ്. ഓക്കെ, അത്രയും കഷ്ടപ്പെട്ട് കുറേ നേരം കിടന്ന് തപ്പാണ്. ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്കിനി ഏതൊക്കെ സ്ഥലമുണ്ട്. പോലീസ് സ്റ്റേഷൻ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് അത് നോക്കാതെ ഇങ്ങറ്റം വരെ വന്നേക്കണം. നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷൻ്റെ അവിടെ പോയി നോക്കിയാൽ കേട്ടോ. അവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നമുക്ക് എന്തായാലും നോക്കിയൊക്കെ. ഓക്കെ, ഇവിടെ ഇപ്പം എന്തായാലും ഇല്ല. ഞാനാണെങ്കിൽ കുറേ സ്ഥലത്തൊക്കെ നോക്കിയേട്ടാ. അവിടെ ഇപ്പം പോലീസ് സ്റ്റേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. അവിടെ ഫ്രാങ്ക്ലിൻ ചേട്ടനാണെങ്കിൽ നേരത്തെ അതുവഴി എന്തായാലും കറങ്ങി പോണേ കണ്ടു കേട്ടോ. ഫ്രാങ്ക്ലിൻ ചേട്ടൻ മിക്കവാറും പോലീസ് സ്റ്റേഷനിലോട്ട് പോയി കാണും. ഓക്കെ, ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ പോണേന്ന് വെച്ചാൽ. ഓക്കെ, പുള്ളികളൊക്കെ പോലീസ് സ്റ്റേഷൻ ഫുള്ളായിട്ട് സെർച്ച് ചെയ്തായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ എന്തായാലും പോലീസ് സ്റ്റേഷനിലോട്ട് പോയി എന്നിട്ട് അവിടെ ഫുള്ളായിട്ട് നോക്കിയൊക്കെ. ഓക്കെ, അവിടെയെങ്കിലും ആ വണ്ടി ഉണ്ടായിരുന്നാൽ മതി കേട്ടോ. ഞാൻ കുറേ നേരമായിട്ട് ഇടന്ന് തപ്പി നോക്കുകയാണ്. ഓക്കെ, ഇതെന്താണ് സ്റ്റണ്ട് റേസിൻ്റെ എന്തോ സംഭവമൊക്കെ പോയേക്കാണല്ലോ. ഓക്കെ, ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ എത്ര മണിക്കൂറായിട്ടെന്ന് അറിയാൻ കേസ് തപ്പിക്കൊണ്ടിരിക്കണം. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നടാവേ ഞാൻ ഒരു ഓടി അറിയാതെ ഇടിച്ചിട്ടൊക്കെ. ഇവിടെ നോക്കിയടാ വണ്ടി ഓടിക്കണ. സോറി ചേട്ടാ ഞാൻ കണ്ടില്ല. പക്ഷെ എൻ്റെ എനിക്ക് തലയ്ക്ക് പ്രാന്താണ് കേസൊക്കെ. കുറേ സമയമായിട്ട് ഇവിടെ കിടന്ന് വണ്ടി ഓടിച്ചോടിച്ചോടിച്ച് നിൽക്കുകയാണ്. എത്ര മണിക്കൂറായെന്നറിയാമോ. ഞാൻ ബീച്ചിൽ നോക്കി, പോലീസ് സ്റ്റേഷനിൽ നോക്കി, കുറേ സ്ഥലത്ത് നോക്കി കേസൊക്കെ. ജുറാസിക് പാർക്ക് റെയിൽവേ സ്റ്റേഷൻ, പെട്രോൾ പമ്പ് എല്ലായിടത്തും നോക്കി കേസൊക്കെ. അവിടെ ഒന്നുമില്ല കേസൊക്കെ. പിന്നെ ഈ വണ്ടി എവിടെ കൊണ്ടാണ് നോക്കി വെച്ചിരിക്കണമെന്ന് എനിക്കറിയണം. ഓക്കെ, സെക്കൻഡ് ബീച്ചിൽ പോയി ഓരോടത്തും ഇല്ല കേസൊക്കെ. വണ്ടി എവിടെ നിന്ന് ഇറങ്ങട്ടെ കേസൊക്കെ. ഷിൻജാനിപ്പോൾ എന്തായാലും പോലീസ് സ്റ്റേഷൻ എന്തായാലും ചെക്ക് ചെയ്തിട്ട് അവൻ നേരെ ബീച്ചിലോട്ട് കത്തിച്ചുവിട്ട കേസൊക്കെ. എന്തായാലും ബീച്ചിൽ എന്തായാലും വണ്ടി ഇല്ല കേസൊക്കെ. എന്തായാലും നമുക്കെന്തായാലും ഈ ഏരിയ ഒക്കെ ഫുള്ളായിട്ട് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഇവിടെ ആയിരിക്കും മിക്കവാറും വണ്ടി ഉള്ള കേസൊക്കെ. എന്തായാലും നമുക്കെന്തായാലും ഈ സ്റ്റണ്ട് റേസൊക്കെ ഉള്ള ഏരിയയിൽ അവിടെയൊക്കെ എന്തായാലും ജസ്റ്റ് നോക്കി നോക്കാം കേട്ടോ. ഇവിടെ മിക്കവാറും വണ്ടികൾ കാണാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ എന്തായാലും ഫുള്ളായിട്ട് നോക്കും. ഇവിടെ നല്ല രീതിക്ക് ഗെയിം സ്റ്റക്കാവുന്നുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും മാക്സിമം എന്തായാലും സെർച്ച് ചെയ്യുന്നാലും നോക്കാം. ഓക്കെ, ഐഡിയ കണക്ക് ഉണ്ട് കേട്ടോ. നമുക്കില്ലേ ഓരോ സ്റ്റണ്ട് റേസ് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്ത് എന്തായാലും അതിൻ്റെ അകത്തും ഓരോ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് ആ മെയിൻ ആയിട്ടുള്ള ഏരിയയിലൊക്കെ നോക്കാം കേസ്. ഓക്കെ, ഈ സ്റ്റണ്ട് റേസിൻ്റെ ഇതൊക്കെ നല്ല മെയിൻ ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് എന്തായാലും സെർച്ച് ചെയ്ത് നോക്കാം കേസ്. ഓക്കെ, പക്ഷേ എൻ്റെ ആളി ഞാൻ ഇവിടെ ഇപ്പോൾ ചാടിയൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മണ്ടയ്ക്കൊന്നും തന്നെ ഇല്ല കേട്ടോ. എൻ്റെ ഈ ഗോഡൗൺ ഉണ്ടാകുന്ന നോക്കാം, അത് നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഓക്കെ, നമുക്കില്ല ഈ സ്റ്റണ്ട് റേസ് ഒക്കെ നോക്കാം. ഓക്കെ, ഫ്രണ്ടിലൊരു സ്റ്റണ്ട് റേസ് ആണല്ലോ, അവിടെ നോക്കി നോക്കാം കേട്ടോ. എന്തായാലും ഏതെങ്കിലും സ്റ്റണ്ട് റേസിൻ്റെ ഏതെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള സാധനത്തിൻ്റെ മണ്ടൊക്കെ ആയിരിക്കും ഈ സാധനം ഉള്ളതെന്ന് പറയണം. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. ഇതെന്താണ് എൻ്റെ മോനെ, അതെന്താണ് ഗൈസ്? അവിടെ ഒരു ഗോൾഡൻ കവർ നമുക്ക് നൈസായിട്ട് ചാടിക്കോ. എൻ്റെ പൊന്നടാവേ നമ്മൾ നൈസായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചാടി
ഗൈസ് എനിക്ക് തോന്നുന്നു ഗൈസ് ഇതായിരിക്കും ഗൈസ് നമ്മുടെ മിസ്റ്റർ ബീസ്റ്റ് അണ്ണൻ പറഞ്ഞ കാർ എന്ന് പറയണത്. ബൈക്കിനെ കാണാനായില്ല. ഓ അത് താഴെ സേഫായിട്ട് തന്നെ വീണിട്ടുണ്ട് കേട്ടോ. വേറെ പൊട്ടിത്തെറിക്കുക കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇത് ലംബോർഗിനി സിയാൻ തന്നെയാണ്, അത് വേറെയുള്ള വണ്ടിയാ? ഇല്ല ഗൈസ് ഇത് തന്നെയാണ് ലംബോർഗിനി സിയാൻ. എൻ്റെ മോനെ ഫൈനലി നമ്മൾ വണ്ടി കണ്ടുപിടിച്ചേക്കാണ്. ഓക്കെ എന്തായാലും ഈ വണ്ടി എടുക്കുക. ഈ വണ്ടി ലോക്കൊന്നും തന്നെ അല്ല കേട്ടോ. ഈ വണ്ടി പിന്നെ പുഷ്പൊട്ട സ്റ്റാർട്ട് ചെയ്യേണ്ട കുഴപ്പമില്ല. ഓക്കെ ഇതിൻ്റെ ചാവിയൊക്കെ നമ്മുടെ ഇതിൻ്റെ അല്ലാതെ തന്നെ ഈ വണ്ടിക്ക് അല്ലാതെ ചാവിയുണ്ട്. ചാവിയൊക്കെ നമ്മുടെ മിസ്റ്റർ ബീസ്റ്റ് അണ്ണൻ്റെയിലാണ്. ഓക്കെ എന്തായാലും ഫൈനലി കാർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചാവി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വണ്ടി ആദ്യമേ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കായിരുന്നു കേട്ടോ. ചാവിയിൽ ഒരു അടിപൊളി സിസ്റ്റം ഉണ്ട്. ഓക്കെ അത് വെച്ച് നമുക്ക് വണ്ടി ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കായിരുന്നു. ഓക്കെ പക്ഷേ അതങ്ങനെ ചെയ്താൽ ചീറ്റിംഗ് അല്ലേ ഗൈസൊക്കെ? നമ്മൾ ചീറ്റിംഗ് ഒന്നും ചെയ്തില്ല. ഓക്കെ നമ്മളല്ലാതെ തന്നെ കഷ്ടപ്പെട്ട് വണ്ടി കണ്ടുപിടിച്ച് ബെസ്റ്റ് നേരത്താന്ന് എനിക്കെടുത്ത് ചാടാൻ തോന്നിയത്. ഓക്കെ വണ്ടിയുടെ നമ്മുടെ ഡോറൊക്കെ ഇളകിപ്പോയി. ഓക്കെ അത് കുഴപ്പമില്ല, നമുക്കെന്നല്ലല്ലോ ഒരു ഷോപ്പിൽ കയറ്റി നമുക്ക് വണ്ടി നൈസറൊന്ന് റിപ്പയർ ചെയ്യാൻ ഗൈസൊക്കെ. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ബെന്നി. ഓക്കെ അവൻ്റെ ഒരു ബെന്നി എന്താണ്. ഓക്കെ എന്തായാലും നമുക്കെന്തായാലും അവൻ്റെ ഒരു ഗ്യാരേജ് കയറ്റി വണ്ടി ഒന്ന് പണി ഇറക്കാം ഗൈസ്. അപ്പോഴത്തേക്കും വണ്ടി സെറ്റായി. എൻ്റെ മോനെ യാതൊരു വണ്ടി കൊണ്ടിടിച്ചാൽ പിന്നെയും പൊളിഞ്ഞിട്ടുണ്ട്. ഓക്കെ നമുക്കിപ്പോൾ ഈ വണ്ടി ഫുള്ള് സെറ്റാക്കിയിട്ട് എന്നാലും കാണാം. ഓക്കെ ഇവിടെ ഇപ്പം എന്നല്ലല്ലോ ഈ വണ്ടി ഫുള്ളായിട്ട് റിപ്പയർ ചെയ്തെല്ലാം സെറ്റാക്കി ഫുള്ള് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇപ്പോൾ എല്ലാം സൂപ്പറായിട്ടുള്ള കിഡിലും കണ്ടീഷനിലാണ് ഇരിക്കണമെന്ന് വെച്ചാൽ. ഓക്കെ നമുക്കപ്പോൾ അല്ല ഈ ഒരു വണ്ടികളൊക്കെ ഇവിടെ എന്തായാലും കയറ്റാൻ കഴിയും. ഇവിടെ വെളിയിലെന്തോ വണ്ടിയൊന്നും കിടപ്പുണ്ട് കേട്ടോ. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ നമ്മളങ്ങനെ ഫൈനലി എന്തായാലും വീട്ടിലുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ എന്തായാലും നമ്മുടെ ബാക്കി വണ്ടികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഈ വണ്ടി ഇവിടെ നിർത്താം. ഓക്കെ എന്നിട്ട് നമുക്ക് മിസ്റ്റർ ബീസ്റ്റ് ആണ് വിളിക്കാം. ഓക്കെ എടോ ഫ്രാങ്ക്ലിൻ നീ നല്ല സൂപ്പറായിട്ടാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയല്ലോ. അല്ല നമ്മുടെ ഷിൻജാനോടാ? അത് പിന്നെ മിസ്റ്റർ ബീസ്റ്റ് ആണാ, ഷിൻജാനെ കാണാമല്ലോ. ഓക്കെ ഞാൻ ഇത് മറ്റേ സ്റ്റണ്ട് റേസിൻ്റെ ഒരു ഇങ്ങനെ ചാടി കാണുന്ന സ്റ്റണ്ട് റേസ് അല്ല ജമ്പൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് ഒരു സൈഡിൽ നിന്നാണ് ഈ വണ്ടി എടുത്തത്. അപ്പം കൺഗ്രാറ്റ്സ്. അപ്പം ഇനി മുതൽ ഈ കാണുന്ന ലംബോർഗിനി സിയാൻ്റെ ഒരു ഏതാണ് ഈ വണ്ടിയുടെ ഓണർ എന്ന് പറയുന്ന ഫ്രാങ്ക്ലിനാണ്. താങ്ക് യു അണ്ണാ, താങ്ക് യു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ശരി എന്നാലും പാവമല്ല നമ്മുടെ ഷിൻജാനോ, അവന് വണ്ടി കിട്ടിയില്ല. അണ്ണ അത് അണ്ണൻ പറഞ്ഞത് ശരിയാണ് കേട്ടോ. കുഴപ്പമില്ല. ഓക്കെ അവൻ എപ്പോഴെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും കിട്ടുമായിരിക്കും. അതൊന്നും നീ പറഞ്ഞത് ശരിയാണോടാ ഫ്രാങ്ക്ലിന്. അണ്ണ ഓക്കെ ഗായ്സ്. ഓക്കെ അപ്പോൾ ഇത്രയുള്ള കേസ് ഇന്നത്തെ ഒരു വീഡിയോ കാണാം. ഓക്കെ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നേ വിചാരിക്കുന്നു. ഓക്കെ നമുക്കപ്പോൾ എന്തായാലും വീണ്ടും വേറൊരു കിടുക്കാച്ച് ടാസ്ക് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ. നമ്മുടെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ വെച്ച്. ഓക്കെ എന്തായാലും എല്ലാവരും എന്തായാലും ബാക്കിയുള്ള വീഡിയോസിനായിട്ട് എന്തായാലും വെയിറ്റ് ചെയ്ത് എന്തായാലും ഇരിക്കുക ഗൈസ്. ഓക്കെ എന്തായാലും ഞാൻ കിടിലൻ വീഡിയോ വരുന്നതാണ്. ഓക്കെ എന്തായാലും എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരി. ഓക്കെ എന്തായാലും പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.